പ്രാർത്ഥിക്കട്ടെ. യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഓർമ്മ നമ്മൾ അനുസ്മരിക്കുമ്പോൾ മനസ്സുകൊണ്ട് യേശുവിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ താതാത്മ്യപ്പെടേണ്ടതായിട്ടുണ്ട്. മാനസികമായി കർത്താവ് അനുഭവിച്ച വേദനകളും പീഡനങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദുഃഖവെള്ളിയുടേതായിട്ടുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് കർത്താവ് കുരിശ് തിരഞ്ഞെടുത്തത്? കുരിശിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കഴുമരം എന്നതിൽ നിന്നുള്ള അവസ്ഥ മാറി കൃപാവരത്തിൻ്റെതായിട്ടുള്ള സാഹചര്യത്തിലേക്ക് കുരിശ് മാറിത്തീർന്നു എന്നുള്ളതാണ് യേശുവിൻ്റെ പീഡാനുഭവത്തിന് മുൻപും പിൻപുമുള്ള കുരിശിന്റെ അവസ്ഥ. സിസറോ പറയുന്നു, ഒരു റോമൻ പൗരനെ ബന്ധിക്കുന്നത് കുറ്റകരമാണ്, മർദ്ദിക്കുന്നത് ഗുരുതരമാണ്, വധിക്കുന്നത് പിതൃഹത്യക്ക് തുല്യമാണ്. കുരിശിലേറ്റുന്നതിനെ കുറിച്ച് ഞാൻ എന്തു പറയട്ടെ? വാക്കുകളിൽ വിവരിക്കാനാവാത്തവണ്ണം നികൃഷ്ടമായ ആ നടപടിയെ കുറിച്ച് പറയുവാൻ വാക്കുകളില്ല. മരണം മോചനമാണ്, കുരിശു മരണമേ ശിക്ഷയാകുന്നു എന്ന് സിസറോ വ്യക്തമാക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, കുരിശ് കണ്ടുപിടിച്ചത് ആരാണ് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ എത്തിച്ചേരുന്നത് തീർച്ചയായിട്ടും ഏറ്റവും നികൃഷ്ടവും നിന്ദ്യവുമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്ന ആളുകളെ കൊല്ലുവാനായിട്ട് കണ്ടുപിടിച്ച ഒരു മാർഗമായിരുന്നു കുരിശ് എന്ന് പറയുന്നത്. ക്രൂശിക്കപ്പെടുന്നവനെ കുറിച്ച് മരത്തിൽ കയറുന്നവൻ ശപിക്കപ്പെട്ടവനെന്നുള്ള ചിന്തകളൊക്കെ നിലനിൽക്കുമ്പോൾ ക്രൂശിക്കലിനെ കുറിച്ചിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചിന്തയുണ്ട്. മരണം മോചനമാണ്, കുരിശു മരണമേ ശിക്ഷയാവുകയുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യവും. ഓർക്കുക, ക്രൂശിൽ കിടക്കുന്ന സമയത്ത് മരണം ഉണ്ടാവുകയില്ല. കാരണം തലച്ചോറിനോ ഹൃദയത്തിനോ യാതൊരു വിധത്തിലുമുള്ള ക്ഷതവും ഏൽക്കാത്തതുകൊണ്ട് ക്രൂശിൽ കിടക്കുന്ന മനുഷ്യൻ അനേകം ദിവസങ്ങൾ നരകയാതന അനുഭവിക്കുന്നതാണ് ഇതിന്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള തലം. ഓർക്കുക, പേർഷ്യക്കാരാണ് ക്രൂശിക്കൽ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ കുരിശുമരണം കണ്ടുപിടിച്ചത്. അതിനവർ കൊടുക്കുന്ന ന്യായീകരണം ഇതാണ്: ഒരുത്തൻ ഏറെ ദോഷകരമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്താൽ അവന് കൊല്ലുകയാണ് എങ്കിൽ അവന്റെ രക്തം ഈ ഭൂമിയിൽ വീഴും. പരിശുദ്ധവും പരിപാവനവുമായ ഈ ഭൂമിയിൽ അവന്റെ രക്തം വീണ് കളങ്കമുള്ളതായി തീരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്രൂശിക്കൽ പേർഷ്യക്കാർ കണ്ടുപിടിച്ചത്. ക്രൂശിൽ കിടക്കുന്ന മനുഷ്യന്റെ ശരീരത്തു നിന്നും രക്തം വാർന്നു പോകുന്നില്ല, ഹൃദയത്തിന് ക്ഷതമേൽക്കുന്നില്ല, തലച്ചോറിന് നാശം സംഭവിക്കുന്നുമില്ല. അങ്ങനെ എന്നാൽ ഈ ഭൂമിയിൽ ഇവന്റെ രക്തം വീണ് ഈ ഭൂമി പാപപങ്കിലമാകാതിരിക്കുന്നതിന് ഭൂമിയിൽ നിന്നും മാറ്റി നിർത്തുവാനാണ് പേർഷ്യക്കാർ ക്രൂശിക്കൽ കണ്ടുപിടിച്ചത്. ഇങ്ങനെ കിടക്കുന്ന സാഹചര്യത്തിൽ കഴുകനും കാക്കയും അതുപോലെ തന്നെ ഹിംസ്ര ജന്തുക്കളെല്ലാം രാത്രിയും പകലും ഈ മനുഷ്യനെ ആക്രമിക്കും. പ്രകൃതിയുടേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ക്ഷോഭങ്ങളും ഈ ശരീരത്തിൽ ഏൽക്കുവാനായിട്ട് ഇടയായി തീരും. വെയിലും മഞ്ഞും മഴയുമെല്ലാം ഏറ്റുകൊണ്ട് അങ്ങനെ ദിവസങ്ങളോളം നീണ്ടു കിടക്കുന്ന നരകയാതന. അതിനൊടുവിൽ ആ മനുഷ്യൻ മരിക്കുമ്പോഴേക്കും ഇത്രമാത്രം നികൃഷ്ടമായിരുന്ന ഒരു ജീവിതത്തിന് അവസാനം കുറിക്കുന്നതിന് അനേകം പേർ സാക്ഷിയായി തീരുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഒരുവനെ ക്രൂശിക്കണമെങ്കിൽ അതിനു മുൻപ് ചില കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കണമെന്നതായിരുന്നു അന്നത്തെ ന്യായപ്രമാണം. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ജഡ്ജിയിൽ നിന്നും പുറത്തു വരുന്ന വിധിവാചകമാണ്. അതിപ്രകാരമാണ് ലിബിസ് ആഡ് ക്രൂസിയം എന്നുള്ളതായിരുന്നു വിധിവചനം. നീ കുരിശിലേക്ക് പോകും എന്നുള്ള വാക്കിനു ശേഷമാണ് ക്രൂശിക്കലിന്റെ നടപടികൾ തുടങ്ങുന്നത്. അതിനു മുൻപ് അനേകം കാര്യങ്ങൾ ചെയ്തു തീർക്കണം. ന്യായാധിപ സംഘത്തിൽ നിൽക്കണം, അവിടെ വിധി നടത്തണം, ഇവൻ കുറ്റക്കാരനാണെന്ന് തെളിയിക്കണം. തെളിയിക്കപ്പെട്ടതിന് ശേഷമാണ് ന്യായാധിപൻ വിധിക്കുന്നത് ലെബിസ് ആഡ് ക്രൂസിയം എന്നുള്ളത്, നീ കുരിശിലേക്ക് പോകും എന്നുള്ള വിധിവാചകം. വിധിവാചകം പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്തതായി വലിയൊരു കലാപരിപാടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, പ്രാഗ്വല്യം എന്നറിയപ്പെടുന്ന ചമ്മട്ടിയടിയാണ്.
ചമ്മട്ടിയടിയെ കുറിച്ചുള്ള ശ്രദ്ധേയമായിട്ടുള്ള അനേകം തലങ്ങളുണ്ട്. വലിയ ഒരു തൂണിൽ കെട്ടിയിട്ടിട്ട് അല്ല ഈ കുറ്റവാളിയെ അടിക്കുന്നത്, പകരം അരയടിയോ മുക്കാലടിയോ മാത്രം ഉയരമുള്ള ചെറിയ ഒരു കുറ്റിയിലാണ് ഈ മനുഷ്യനെ ബന്ധിക്കുന്നത്. അതിനും ചില ലക്ഷ്യങ്ങളുണ്ട്. വലിയ ഒരു തൂണിൽ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഈ ചാട്ടവാറ് കൊണ്ടുള്ള അടിയുടെ പല ഭാഗങ്ങളും ഈ തൂണിൽ തട്ടി നഷ്ടപ്പെട്ടു പോകും. ചെറിയ ഒരു കുറ്റിയിലാണ് കെട്ടിയിടുന്നത് എങ്കിൽ ചാട്ടവാറിന്റെ ഓരോ മൈക്രോ ഇഞ്ച് സ്ഥലവും ഈ മനുഷ്യന്റെ ശരീരത്ത് ചുറ്റി വരിഞ്ഞുകൊണ്ട് അവന് കൂടുതൽ വേദനയുളവാക്കുവാനായിട്ട് ഇടയായി തീരും. അതുകൊണ്ടാണ് വലിയ തൂണിൽ കെട്ടിയിടാതെ ചെറിയ ഒരു കുറ്റിയിൽ കെട്ടിയിട്ടുകൊണ്ട് ചമ്മട്ടിയടി നടപ്പാക്കുന്നത്. ചമ്മട്ടിക്കും അനേകം പ്രത്യേകതകളുണ്ട്. ഒന്നുകിൽ ചമ്മട്ടിയുടെ അറ്റത്ത് ചെറിയ ഈയം കൊണ്ടുള്ള ഇരുമ്പുണ്ടകൾ കെട്ടിയിട്ടിരിക്കും, അല്ലെങ്കിൽ ചൂണ്ട പോലുള്ള കൊളുത്തുകളുള്ള ഭാഗങ്ങളൊക്കെ അതിനോട് തുന്നിച്ചേർത്തിരിക്കും. ഈ മനുഷ്യ ശരീരത്തിലേക്ക് ചമ്മട്ടി കൊണ്ട് ആഞ്ഞടിക്കുമ്പോൾ ഈ ചമ്മട്ടി ആ ശരീരത്തിൽ വലിഞ്ഞു മുറുക്കി ചുറ്റിയിട്ട് തിരിച്ചു വലിച്ചെടുക്കുമ്പോൾ ഈ ചൂണ്ട പോലുള്ള കുളത്തുള്ള ഭാഗം ഈ ശരീരത്തിന്റെ മനുഷ്യന്റെ മാംസത്തിലേക്ക് കയറിയിട്ട് തോലും മാംസവുമെല്ലാം വലിച്ചു പറിച്ചെടുക്കുന്നതായിരുന്നു ഓരോ ചമ്മട്ടിയടികളും. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, യേശുവിന്റെ കാര്യത്തില് ഇതിന് വിരുദ്ധമായി ഒന്നും സംഭവിച്ചില്ല. ന്യായാധിപ സംഘത്തിൽ നിൽക്കപ്പെട്ടു, വിധിക്കപ്പെട്ടു, അനേകം പേരാൽ പരിഹാസം ഏറ്റുവാങ്ങി ഈ അരയടിയോ അല്ലെങ്കിൽ മുക്കാലടിയോ മാത്രം ഉയരമുള്ള കുറ്റിയിൽ കെട്ടിയിട്ടുകൊണ്ടാണ് യേശുവിനെ പീഡിപ്പിച്ചത്. അതിനുശേഷം വീണ്ടും മരണത്തിൻ്റെതായ ക്രൂശ് മരണത്തിൻ്റെതായ പ്രക്രിയ തുടങ്ങുകയാണ്. അടുത്തതായി നടക്കുന്നത് കുരിശിന്റെ വഴിയാണ്. കുരിശിന്റെ വഴിക്ക് ഏറെ പ്രത്യേകതകളുണ്ട്. അനേകം ദൂരം ഈ കുറ്റവാളിയായ മനുഷ്യനെ കുരിശും ചുമപ്പിച്ചുകൊണ്ട് പട്ടണത്തിലൂടെ നടത്തിക്കൊണ്ടുപോകും. എന്നിട്ട് പട്ടണത്തിനരികെയുള്ള ഏതെങ്കിലും വലിയ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ആ മലയുടെ മുകളിലായിരിക്കും ക്രൂശിക്കൽ നടക്കുന്നത്. ഈ ക്രൂശിക്കലിനും ഈ കുരിശിന്റെ വഴിക്കുമൊക്കെ ഏറെ പ്രത്യേകതകളുണ്ട്. കുരിശിന്റെ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് കൊണ്ട് ചില ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ലോകത്തിലെ മുഴുവൻ ആളുകളും ഇവനെ കാണണം. രണ്ട്, ലോകത്തിലെ മുഴുവൻ ആളുകളും ഇവൻ ചെയ്ത കുറ്റകൃത്യം എന്താണ് എന്ന് മനസ്സിലാക്കണം. മൂന്ന്, ഈ ലോകത്തുള്ള മനുഷ്യൻ ഈ പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നത് കണ്ടുകൊണ്ട് മറ്റുള്ള ആളുകൾ ഇതുപോലുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കണം. ഇനി കുരിശിന്റെ വഴിയിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കുറ്റപത്രം എന്താണോ അത് വെളുത്ത ചുണ്ണാമ്പുകല്ലിൽ കറുത്ത പ്രതലത്തിൽ എഴുതിയിട്ട് ഈ കുറ്റവാളിയായ മനുഷ്യന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കിയിടും, അല്ലെങ്കിൽ ഒരു പടയാളി ഇങ്ങനെ മുൻപേ പിടിച്ചു കൊണ്ടുപോകും. അതിനും ചില ലക്ഷ്യങ്ങളുണ്ട്. ഒന്നാമതായി, ഇവൻ ചെയ്തതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ഇനി ആരും ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവന്റെ കുറ്റകൃത്യം ഇങ്ങനെ എഴുതി മറ്റുള്ളവർക്ക് കാണുന്ന തരത്തിൽ പ്രകാശിപ്പിച്ചു കൊണ്ടുപോകുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവൻ തെറ്റുകാരനല്ല എങ്കിൽ ആ രാജ്യത്തുള്ള ആർക്ക് വേണമെങ്കിലും അപ്പീൽ ബോധിപ്പിക്കാം. ഇവനെ ഈ ശിക്ഷാവധിയിൽ നിന്നും വേർതിരിച്ച് എടുക്കുവാനും സാധിക്കുമായിരുന്നു. അങ്ങനെ കുരിശിന്റെ വഴിയിൽ ഈ കുരിശും ചുമന്നുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്ന ആ സാഹചര്യത്തിൽ ശാരീരികമായ പീഡനങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ അധികമായി മാനസികമായ പീഡനവും ഈ കുറ്റവാളി ഏൽക്കേണ്ടി വന്നിരുന്നു. അത് മറ്റൊന്നുമല്ല, ആളുകൾ വിളിച്ചു പറയും, കണ്ടില്ലേ അവൻ പോകുന്നത്. ആളുകൾ കാറി തുപ്പും, ആളുകൾ പരിഹസിക്കും, അപഹാസ്യതയുടെ ആഴത്തിലേക്ക് ഇവനെ തള്ളിയിടുകയും ചെയ്യും. ഒരു വേള ഓർക്കുക, ശാരീരികമായ പീഡനത്തെക്കാൾ അധികമായി മാനസികമായി പീഡനം അനുഭവിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് നാം ഒന്ന് മാറേണ്ടിയിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, യേശുവിന്റെ കാര്യത്തിൽ ദൈവപുത്രനായതുകൊണ്ട് വലിയ കൺസിഡറേഷൻ ഒന്നും കൊടുത്തില്ല. കുറ്റിയിൽ കെട്ടിയിട്ടുകൊണ്ട് ചമ്മട്ടി കൊണ്ട് അടിച്ച് ആ പീഡനത്തിനെല്ലാം ശേഷം ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് യേശുവിനെ നടത്തിക്കൊണ്ടുപോവുകയാണ്. അനേകം ആളുകൾ പരിഹസിക്കുന്നുണ്ട്, അനേകം ആളുകൾ കുറ്റം വിധിക്കുന്നുണ്ട്, അനേകം ആളുകൾ കാറിത്തുപ്പുന്നുണ്ട്, അനേകം ആളുകൾ പരിഹസിക്കുന്നുണ്ട്. നീ ദൈവപുത്രനാണ് എങ്കിൽ എന്താണ് നിന്നെ രക്ഷിക്കാത്തത് എന്നുള്ള പരിഹാസത്തിൻ്റെതായിട്ടുള്ള ചോദ്യം അനേകം ആളുകളിൽ നിന്നും പുറത്തു വരുന്നുണ്ട് പ്രിയമുള്ളവരെ. എന്നാൽ ആ നാട്ടിലുണ്ടായിരുന്ന കുലീനരായിട്ടുള്ള സ്ത്രീകൾ ചെയ്തിരുന്ന ഒരു പുണ്യകൃത്യമുണ്ട്. ഇങ്ങനെ കുറ്റവാളികളായി പോകുന്ന സമയത്ത്
അവിടെയുള്ള കുലീനരായിട്ടുള്ള സ്ത്രീകൾ ഈ മനുഷ്യന് വെള്ളം കുടിക്കുവാനായിട്ട് കൊടുക്കും. ആ കൊടുക്കുന്ന വെള്ളത്തിൽ അവർ വീഞ്ഞു കൂടി കലർത്തുമായിരുന്നു. അതിന് മറ്റൊരു ലക്ഷ്യമുണ്ട്. വീഞ്ഞു കുടിച്ചുകൊണ്ട് ശരീരത്തിൻ്റെതായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നതിൽ നിന്നും ബുദ്ധിയെ മറയ്ക്കുവാനാണ് കുലീനരായിട്ടുള്ള സ്ത്രീകൾ അപ്രകാരം ചെയ്തിരുന്നത്. യേശുവിന് കൊടുക്കുന്ന വീഞ്ഞ് യേശു നിഷേധിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിന് മറ്റൊരു ലക്ഷ്യമുണ്ട്. ലഹരി കൊണ്ടല്ല, ബോധം മറഞ്ഞുകൊണ്ടല്ല ഞാൻ ഈ കൃത്യങ്ങളെല്ലാം ഏറ്റുവാങ്ങേണ്ടുന്നത് എന്നതാണ് യേശുവിന്റെ തീരുമാനം. പച്ചയായ ശരീരത്ത്, പച്ചയായ മാംസത്തിൽ, പച്ചയായിട്ടുള്ള അവസ്ഥയിലാണ് ഇതെല്ലാം താൻ സ്വയം ഏൽക്കേണ്ടത് എന്ന് സ്വയം തീരുമാനിച്ചതിന്റെ പ്രതിഫലനമായിട്ടായിരുന്നു കർത്താവ് വീഞ്ഞിനെ നിഷേധിച്ചുകൊണ്ട് പച്ചയായ ശരീരത്തോടെ സുബോധത്തോടുകൂടി ഇതെല്ലാം സ്വന്തം ശരീരത്ത് ഏറ്റുവാങ്ങുവാനായിട്ട് ഒരുങ്ങുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഈ യാത്രയിൽ അനേകം എബ്രായ സ്ത്രീകൾ ഒരുമിച്ച് കൂടിയിട്ട് കർത്താവിന് വിലപിക്കുകയാണ്, കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, കർത്താവിന് വേണ്ടി കരയുന്നതായിട്ടുള്ള കാഴ്ച ഇവിടെ കാണുകയാണ്. യേശു പറയുന്നു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ കുറിച്ച് കരയണ്ട, നിങ്ങളെ കുറിച്ചും നിങ്ങളുടെ മക്കളെ കുറിച്ചും കരയുവീൻ എന്നുള്ളതാണ് യേശുവിന്റെ പ്രഖ്യാപനം. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, 2000 വർഷങ്ങൾക്ക് ശേഷം പീഡാനുഭവത്തിന്റെ അവസ്ഥയിൽ നാം ആയിരിക്കുമ്പോൾ ഈ വചനം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. ഇന്ന് നാം ആരെ കുറിച്ചാണ് കരയേണ്ടുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും യേശുവിന് വേണ്ടി കരയുവാനും യേശുവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ നാം തയ്യാറാണ്. എന്നാൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ഇന്ന് ദൈനംദിന ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ കുറിച്ച് കരയണ്ട, നിങ്ങളെ കുറിച്ചും നിങ്ങളുടെ മക്കളെ കുറിച്ചും കരയുവീൻ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ മനസ്സിലേക്ക് അലയൊലിയായി അലഞ്ഞെത്തുമ്പോൾ തീർച്ചയായിട്ടും അതിന് വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു. എഡ്മണ്ടൻ പുത്രിമാരെ, നിങ്ങൾ എന്നെ കുറിച്ച് കരയണ്ട, നിങ്ങളെ കുറിച്ചും നിങ്ങളുടെ മക്കളെ കുറിച്ചും കരയുവീൻ എന്നുള്ളതാണ് ഇന്നത്തെ യേശുവിന്റെ ആ പ്രതിഫലനം. ഓർക്കുക, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇന്ന് അരുതാത്ത അനേകം കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിലൂടെ കുടുംബ ബന്ധത്തിന് അനുയോജ്യമല്ലാത്ത തരത്തിലൂടെ ആയിത്തീർന്നിരിക്കുമ്പോൾ ഇന്ന് നാം കരയേണ്ടുന്നത് നമ്മുടെ മക്കളെ കുറിച്ചായി തീരുന്ന സാഹചര്യം സംജാതമായിരിക്കുന്നു. നാം നമ്മളെ കുറിച്ച് കരയേണ്ടുന്ന അവസ്ഥയും സംജാതമായിരിക്കുകയാണ്. ഓർക്കുക പ്രിയമുള്ളവരെ, ഇവിടെ ഈ ഗോകുൽത്തായുടെ ഉന്നതിയിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെ യേശു ക്രിസ്തു ക്രൂശിതനായി നിൽക്കുന്ന സാഹചര്യത്തിൽ യേശുവിന്റെ വായിൽ നിന്നും 7 വചനങ്ങൾ പുറത്തു വരികയാണ്. ഈ പീഡനങ്ങളാ എല്ലാം ഏറ്റുവാങ്ങി കഴുമരത്തിന്റെ പ്രതിഫലനമായി നിലകൊള്ളുന്ന കുരിശിനെ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന ആ സ്വയം കഴുവേറ്റലിന്റെ ഭാഗമായി തീർന്നിരിക്കുന്ന കർത്താവ് 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ട് കിടക്കുമ്പോൾ കർത്താവിൽ നിന്നും പുറത്തു വരുന്ന വചനങ്ങൾ 7 തിരുമൊഴികളായി സുവിശേഷകാരന്മാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഓർക്കുക, ഒരു മനുഷ്യന്റെ വ്യക്തിത്വം, യഥാർത്ഥമായിട്ടുള്ള ഉള്ളിലെ വ്യക്തിത്വം പുറത്തു വരുന്നത് അവൻ കഷ്ടപ്പെടുമ്പോഴാണ്, പീഡ അനുഭവിക്കുമ്പോഴാണ്, മറ്റുള്ളവർ ഉപദ്രവിക്കുമ്പോഴുമാണ്. മറ്റുള്ളവർ ഉപദ്രവിക്കുമ്പോൾ തിരിച്ചുപദ്രവിക്കുവാൻ, ചീത്ത പറയുവാനൊക്കെയായിട്ട് മനുഷ്യന്റെ ഉള്ളിലുള്ള സ്വഭാവം പുറത്തു വരും. ഓർക്കുക, യേശുവിന്റെ വായിൽ നിന്നും പുറത്തു വരുന്ന തിരുമൊഴി ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായം 33-34 തിരുവചനങ്ങൾ. തലയോടിടമെന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവർത്തിക്കാരെയും ഒരുത്തന് വലത്തും ഒരുത്തന് ഇടത്തുമായി ക്രൂശിച്ചു. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, തലയോടിടമെന്ന സ്ഥലത്തെത്തിയപ്പോൾ യേശുവിനെ ക്രൂശിക്കുകയാണ്. കള്ളന്മാരുടെ മധ്യേ കർത്താവ് ക്രൂശിക്കപ്പെട്ട് കിടക്കുകയാണ്. തീർച്ചയായിട്ടും യേശുവിന്റെ വ്യക്തിത്വം പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. മറ്റുള്ളവർ ഉപദ്രവിക്കുമ്പോൾ ചീത്ത പറയാതെ, മറ്റുള്ളവർ വേദനിപ്പിക്കുമ്പോൾ മോശമായി പെരുമാറാതെ, വൈരാഗ്യവും വിദ്വേഷവും ഒന്നും കാണിക്കാതെ കർത്താവിന്റെ ഉള്ളിലുള്ള യഥാർത്ഥ നന്മ പുറത്തു വരുന്നതാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവമേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ,
ക്രിസ്ത്യാനികളായി നാം ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടുന്ന യഥാർത്ഥ അംശം എന്ന് പറയുന്നത് യേശുവിന്റെ അംശമാണ്. നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടുന്ന യഥാർത്ഥമായ സ്വഭാവം എന്ന് പറയുന്നത് യേശുവിന്റെ സ്വഭാവമാണ്. ക്രിസ്ത്യാനികളാണ് എങ്കിൽ നാം ആയിത്തീരുന്ന ഭാവം എന്ന് പറയുന്നത് കർത്താവിന്റെ ഭാവമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ യേശു പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. വളരെ മനസ്സിൽ ചിന്തിക്കേണ്ടുന്ന ഒരു സാഹചര്യം, മനസ്സിൽ കരുതേണ്ടുന്നതായിട്ടുള്ള ഒരു ചിന്ത. എപ്പോഴും പ്രാർത്ഥിക്കുന്ന കർത്താവ്, വേദനയുടെയും പീഡനത്തിന്റെയും നടുവിൽ നിൽക്കുമ്പോഴും പ്രാർത്ഥിക്കുന്ന കർത്താവ്. നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. പലപ്പോഴും പ്രാർത്ഥിക്കുവാനായിട്ട് ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരമായിട്ട് പലപ്പോഴും നാം പ്രവൃത്തിയിലൂടെ, വാക്കുകളിലൂടെ നാം കൂടുതൽ ദോഷം ചെയ്യുകയല്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജീവിത പങ്കാളിയോട്, ദൈവമേ, ഇവൾ ചെയ്യുന്നത് ഇന്നത് എന്നറിയാകിയാൽ ഇവളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള മനസ്സ് എത്ര പേർക്കുണ്ട്? ഇവൻ ചെയ്യുന്നത് ഇന്നത് എന്നറിയാകിയാൽ ഇവനോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് എത്ര പേർക്ക് മനസ്സുണ്ട്? ഇത് കണ്ടും കേട്ടും വളരുന്ന മക്കൾ എന്താണ് പറയുക എന്ന്, എന്താണ് പ്രവർത്തിക്കുക എന്ന് കൂടി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു സംഭവം എങ്ങനെയാണ്? ഒരു തത്തയുണ്ടായിരുന്നു ഒരു വീട്ടിൽ. ഒരു ദിവസം ഇടവകയിലെ വികാരിയച്ഛൻ ഹൗസ് വിസിറ്റിങ്ങിനും പ്രാർത്ഥനയ്ക്കൊക്കെ ആയിട്ട് വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ ചെന്നപ്പോ തത്ത അച്ഛനെ കണ്ടപ്പോ വിളിച്ചു പറഞ്ഞു, ഇതിയാന്റെ തലയിൽ ഇടിത്തീ വീഴണേ. അച്ഛന് വലിയ സങ്കടമായി. വീട്ടിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് ചെന്ന വികാരി അച്ഛന് വീട്ടിൽ നിന്നും കിട്ടിയ പ്രതിഫലനം എന്താ മക്കളെ എന്താ പറയാ? തത്ത ഇതിയാന്റെ തലയിൽ ഇടിത്തീ വീഴണേ. അച്ഛന് വലിയ സങ്കടമായി. അച്ഛൻ വീട്ടുകാരോട് പറഞ്ഞു, ഞാൻ ഈ തത്തയെ കൊണ്ടുപോവുകയാണ്, കൊല്ലാനൊന്നുമല്ല, പരിശീലിപ്പിക്കാൻ. അച്ഛൻ നേരെ കൊണ്ടുപോയി, പള്ളിയിൽ കൊണ്ടുപോയി, അച്ഛൻ താമസിക്കുന്ന സ്ഥലത്ത് പോയി തത്തയെ കൊണ്ടുപോയി വെച്ചു. തത്തയ്ക്ക് ഭക്ഷണം എല്ലാം കൊടുത്ത് ട്രെയിനിങ് കൊടുക്കുകയാണ്, പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥനയെല്ലാം പഠിപ്പിച്ച് തീവ്ര പഠന പരിശീലന പദ്ധതിയെല്ലാം കോഴ്സൊക്കെ പൂർത്തിയാക്കി തത്ത തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സുദിനം പ്രാർത്ഥനയെല്ലാം പഠിച്ചു. അങ്ങനെ നല്ല പ്രാഗൽഭ്യമുള്ള, പാണ്ഡിത്യമുള്ള, പ്രാർത്ഥന നിരതമായ ജീവിതവുമായി തത്ത കോഴ്സെല്ലാം പൂർത്തിയാക്കി വീട്ടിലേക്ക് വരുന്ന ആ സുദിനം അടുത്തു വന്നു. നാട്ടുകാരും വീട്ടുകാരെല്ലാം കൂടി വലിയ ഒരു ജനക്കൂട്ടമുണ്ട്. കാരണം ഇതിനു മുമ്പ് തത്ത പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എല്ലാവർക്കും അറിയാം. പലപ്പോഴും വീട്ടിൽ പോകുമ്പോൾ ആരെ കണ്ടാലും തത്ത ഇതേ പറയും. അച്ഛനെ കണ്ടാൽ മാത്രമല്ല, ആരെ കണ്ടാലും ഇങ്ങനെയേ പറയൂ. അപ്പോ തത്ത തിരിച്ച് പ്രാർത്ഥന ചൊല്ലുന്നത് വളരെ കൗതുകമായി എല്ലാവരും കണ്ടുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വലിയൊരു ജനക്കൂട്ടം ആ ഭവനത്തിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് തത്തയുമായി വികാരിയച്ഛൻ കടന്നു വന്നു. ആ വീടിന്റെ സ്വീകരണ മുറിയിലിരുന്ന ടീപ്പോയുടെ പുറത്ത് തത്തയുടെ കൂട് വെച്ചു. എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് തത്ത പ്രാർത്ഥിക്കുന്നത് കേൾക്കുവാനായിട്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന തത്ത ചൊല്ലുന്നത് കേൾക്കുവാനായിട്ട് എല്ലാവരും കാത്തിരിക്കുന്ന സമയത്താണ് ആ വീട്ടിലെ ഗൃഹനാഥൻ അവിടേക്ക് കയറി വരുന്നത്. പാടത്ത് പണിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ തത്ത വരുന്ന ആ സമയത്ത് ഓടിപ്പാഞ്ഞ് കന്നാലിനെയൊക്കെ മാറ്റിക്കെട്ടിയിട്ട് അങ്ങനെ വളരെ പെട്ടെന്ന് വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. വലിയ ആൾക്കൂട്ടമൊക്കെ ഉണ്ട്. ആൾക്കൂട്ടത്തിലേക്കും തത്തയുടെ അടുത്തേക്ക് വന്നപ്പോൾ തത്ത ഈ മനുഷ്യനെ കണ്ട മാത്രയിൽ തത്ത ഉടനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്റെ കർത്താവേ, ഇതിയാന്റെ തലയിൽ ഇടിത്തി വീഴണേ. തീർന്നില്ല, എന്റെ കർത്താവേ, ഈ പ്രാർത്ഥന കേൾക്കണമേ. അതുകൂടി തത്ത പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ശീലിച്ചിട്ടുള്ളത് എന്താണോ അത് പുറത്തു വരും. നാം ശീലിച്ചിട്ടുള്ളത് എന്താണോ അത് തന്നെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഓർക്കുക, കർത്താവിന്റെ ശീലം എന്ന് പറയുന്നത് നല്ല ശീലമായിരുന്നു. കർത്താവിന്റെ ശീലം എന്ന് പറയുന്നത് പ്രാർത്ഥനയായിരുന്നു. അത് വേദനയിലായാലും ദുഃഖത്തിലായാലും പീഡനത്തിലായാലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്.
നമ്മുടെ ജീവിതത്തിൽ ഓർക്കുക, നാം ഏറ്റവും അധികം സ്വീകരിക്കേണ്ട സ്വഭാവം എന്ന് പറയുന്നത് കർത്താവിൻ്റെ തന്നെയാണ്. പാപം പെരുകിയിടത്ത് കൃപ അധികമായി വർദ്ധിക്കുന്ന പ്രാർത്ഥന നിരതമായിട്ടുള്ള ജീവിതമായിരുന്നു കർത്താവിൻ്റെത്. യേശുവിൻ്റെ അടുക്കിലേക്ക്, യേശുവിനെ നോക്കുവാനായിട്ട് നമുക്കിടയായി തീരണം. മറ്റുള്ളവർ വേദനിപ്പിച്ചപ്പോൾ, പീഡിപ്പിച്ചപ്പോൾ കർത്താവിൻ്റെ പ്രാർത്ഥന ഇവരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്നായിരുന്നില്ല. പകരം, ദൈവമേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ളതായിരുന്നു കർത്താവിൻ്റെ പ്രാർത്ഥന. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 43-ാമത്തെ തിരുവചനം, യേശു അവനോട്, ഇന്നു നീ എന്നോടുകൂടെ പറുദീസായിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറയുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഓർക്കുക, ഇവിടെ 2 കള്ളന്മാരുണ്ട്. യേശുവിന്റെ ഇടത്തും വലത്തുമായ 2 കള്ളന്മാരുണ്ട്. ഒരുവൻ നമ്മെ പോലെ ബുദ്ധിയുള്ളയാളായിരുന്നു, സ്വയം രക്ഷ നോക്കുന്നവനായിരുന്നു, പണം നോക്കുന്നവനായിരുന്നു, സമ്പാദ്യമുണ്ടാക്കുന്നവനായിരുന്നു, താൽക്കാലികമായി ജീവിത സുഖങ്ങൾ മാത്രം ആഗ്രഹിക്കുന്നവനായിരുന്നു. അവൻ പറയുകയാണ്, നീ ദൈവപുത്രനാണ് എങ്കിൽ നിന്നെ രക്ഷിക്കുക, കൂട്ടത്തിൽ ഞങ്ങളെയും രക്ഷിക്കുക. എന്നാൽ യഥാർത്ഥത്തിൽ യേശുവിന്റെ മഹത്വം കണ്ട മറ്റേ കള്ളൻ പറയുകയാണ്, നാം ഇത് ചെയ്തവരാണ്, നാം ഇത് അനുഭവിക്കുവാൻ വിധിക്കപ്പെട്ടവരാണ്, കുറ്റവാളികളാണ്, യാതൊരു സംശയവുമില്ല. എന്നാൽ ഇവൻ നിഷ്കളങ്കനാണ്, നിർമ്മലനാണ്, നിർദോഷിയാണ്. എന്നിട്ട് കർത്താവിനോട് പറയുന്നു, ദൈവമേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. ഞാൻ ചെയ്ത തെറ്റുകൾക്കാണ് എനിക്ക് ശിക്ഷ കിട്ടിയത്. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്നുള്ളതായിരുന്നു അവന്റെ ചിന്ത. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഓർക്കുക, തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലേക്ക് ഈ കള്ളന്റെ ഭാവമെങ്കിലും കടന്നു വരേണ്ടതല്ലേ? യേശുവിനോട് കൂടെ ഇരുന്നു കൊണ്ട്, ദൈവമേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഞങ്ങളെയും ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്, പറയുവാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അതു ദാനം, ദാനം, ദാനം. രക്ഷകന്റെ സന്നിധി നീ ചെല്ലുക, നിന്റെ പാപമെല്ലാം തന്റെ മുന്നിൽ ചൊല്ലുക. കൃപയാലാണ് ആത്മരക്ഷയുള്ളത്. ഓർക്കുക, ഇവിടെ ഈ കള്ളൻ ഒരു മാമോദീസ ഏറ്റില്ല, കൺവെൻഷന് പോയില്ല, കുമ്പസാരിച്ചില്ല, കുർബാന അനുഭവിച്ചുമില്ല. പക്ഷേ അവൻ ഒരൊറ്റ കാര്യം ചെയ്തു, അനുദപിച്ചു. കർത്താവിനോട് പറയുകയാണ്, ദൈവമേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന്. തീർച്ചയായിട്ടും നാമൊക്കെ വിധിക്കുന്നവരാണ്. ചില ആളുകൾ മരിക്കുമ്പോൾ നമ്മൾ പറയും, നരകമുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും ഇവൻ അവിടെ പോകും. ചില ആളുകളെ കുറിച്ച് പറയും, സ്വർഗമുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും ഇവൻ അവിടെ പോകും. വിധിക്കാൻ നമുക്ക് എന്താണ് യോഗ്യതയുള്ളത്? സുറിയാനി സഭ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്, കാലിന്റെ പെരുവിരലിലൂടെ മരണം കയറുന്നതായിട്ടുള്ള നിമിഷത്തിൽ, മരണത്തിന് മുൻപായി ഒരു നിമിഷം അനുദപിച്ചാൽ അവൻ സ്വർഗപ്രാപ്തനാണ് എന്നാണ് സുറിയാനി സഭ പഠിപ്പിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഈ കള്ളൻ ജീവിതത്തിൽ മുഴുവൻ കുറ്റകൃത്യങ്ങൾ ചെയ്തവനാണ്, പാപം ചെയ്തവനാണ്, ശിക്ഷ ഏറ്റുവാങ്ങിയവനാണ്. എന്നാൽ ആ മരണസമയത്ത് അവൻ കർത്താവിനെ കണ്ടു, കർത്താവിന്റെ മുഖം തിരിച്ചറിഞ്ഞു, കർത്താവിനെ മനസ്സിലാക്കിയിട്ട് പറയുകയാണ്, ദൈവമേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന്. നാം ദുർവ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ മിടുക്കരാണല്ലോ, ബുദ്ധിയുള്ളവരാണ്, പാണ്ഡിത്യമുള്ളവരാണ്, അറിവുള്ളവരാണ്. അപ്പോൾ നാം തീരുമാനിക്കും, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ആരോഗ്യമുണ്ട്, ആയുസ്സുണ്ട്, സമ്പത്തുണ്ട്, അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ അങ്ങ് പോകട്ടെ, മരിക്കാറാവുമ്പോ കർത്താവിനോട് പറയാം, ഒന്ന് കുമ്പസാരിച്ച് ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് കയറാമെന്ന് കരുതിയിട്ട് സൂത്രധാരികളായി നടക്കുന്നവരാണ് നമ്മിൽ പലരും. ഓർക്കുക, കൗശലക്കാരനെ കൗശലത്തിൽ പിടിക്കുന്നവനായ ദൈവം, നിന്റെ രഹസ്യ വികാരങ്ങളെ, രഹസ്യ ചിന്തകളെ അറിയുന്നവനായ കർത്താവ്, ഉള്ളിനെ അറിയുന്നവനായ കർത്താവ് കൂടെയുണ്ട്. അവൻ മരിച്ചിട്ടില്ല എന്ന് ഓർക്കുവാനായിട്ട് ഇടയായി തീരണം. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ അനുതാപത്തിലേക്ക് വരാനുള്ള ഓരോ സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോഴും തീർച്ചയായിട്ടും അത് നാം ഫലത്തിൽ, തീർച്ചയായിട്ടും അത് നാം സമയത്ത് തക്കത്തിൽ വിനിയോഗിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകുന്നത് ലോകത്തിനേക്കാൾ കൂടുതൽ വിലയായി കർത്താവ് കൽപ്പിച്ചിട്ടുള്ള നമ്മുടെ ജീവനായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓർക്കുക, നാം ഒരു ചെടി നട്ടാൽ, ഒരു വൃക്ഷം നട്ടാൽ 1 വർഷം കാക്കും, 2 വർഷം കാക്കും. അവിടെ അത് നന്നായില്ല എങ്കിൽ വെട്ടിക്കളഞ്ഞ് അടുത്ത ചെടി വെക്കും. വീട്ടിലേലം കൃഷിയുണ്ട്,
അവിടെ ചില ഫലങ്ങളില്ലാത്ത കുറച്ച് ഏലച്ചെടികളൊക്കെ ഉണ്ട്. ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന, ഞാൻ വളരെയധികം കരുതുന്ന എല്ലാ കാര്യങ്ങളും രാത്രി 12 മണിക്ക് വീട്ടിൽ ചെന്നാലും ടോർച്ചടിച്ചുകൊണ്ട് ഏലച്ചൂട്ടിലൂടെ പോകുന്ന ഒരു ശീലമുണ്ട്. കൃഷിയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. 2 ഏലച്ചെടികൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ചരമിങ്ങനെ ഉണ്ടാകും, കാ പിടിക്കുകയില്ല. അപ്പോ ഒരു പ്രാവശ്യം ചെടി വെച്ച് മറ്റുള്ള ചെടികൾ കാച്ചു തുടങ്ങിയപ്പോഴേ ഇവന്റെ സ്വഭാവം അപ്പച്ചന് പിടികിട്ടി. അപ്പച്ചൻ പറഞ്ഞു അത് വെട്ടാൻ പോവുകയാണ്. അപ്പോ ഞാൻ പറഞ്ഞു അപ്പച്ച വെട്ടല്ലേ നിർത്ത്, വെട്ടല്ലേ, അത് നോക്കാം നമുക്ക്, ചിലപ്പോ ഇത് കുറച്ച് കഴിഞ്ഞു കഴിയുമ്പോ നന്നായി വരും, കായുണ്ടായി വരും, ചില ഇനങ്ങൾ അങ്ങനെയാണ് എന്നിങ്ങനെ പറഞ്ഞ് 1 വർഷം നിർത്തി, 2 വർഷം നിർത്തി, എന്നിട്ടും 2 എണ്ണത്തിനും കായുണ്ടാവുന്നില്ല. 3-ാമത്തെ വർഷമായപ്പോഴേക്കും എനിക്കൊരു സംശയം, രക്ഷയില്ല എന്ന്. പക്ഷേ 3-ാമത്തെ വർഷം കഴിഞ്ഞപ്പോൾ ഓർക്കുക, ആ സമയത്ത് മറ്റുള്ള ഏലച്ചെടികളൊക്കെ 1/2 കിലോയും 1 കിലോയൊക്കെ ഒരു ചെടിയിൽ നിന്ന് ഫലം നൽകുന്ന സമയത്താണ് ഇങ്ങനെ 2 കുഴിമടിയന്മാരായിട്ട് നിൽക്കുന്നത്. പക്ഷെ 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും എന്റെ പ്രതീക്ഷ തെറ്റിയില്ല. ഒരു ഏലച്ചെടിയിൽ നന്നായിട്ട് കായുണ്ടാകാൻ തുടങ്ങി. ഉണ്ടായ ചരങ്ങളെല്ലാം കാ പിടിച്ചു വരാനായിട്ട് തുടങ്ങി. അപ്പോ അവന്റെ സ്വഭാവം ഇതാണ്, അവനൊന്ന് മൂത്താൽ, ഒന്ന് കുറച്ചുകൂടി പ്രായമായി കഴിയുമ്പോഴാണ് അതിനകത്ത് കാ പിടിക്കുകയുള്ളൂ. പക്ഷേ ഒരേലച്ചെടി അവൻ അപ്പോഴും ആ സ്വഭാവത്തിൽ മാറ്റമുണ്ടായില്ല. 4-ാമത്തെ വർഷം എന്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോ അവിടെ പുതിയൊരു ചെടി നിൽക്കുന്നുണ്ട്. പഴയ ആളുകളൊക്കെ വെട്ടിമറച്ചിട്ടിട്ട് പുതിയ ചെടി അവിടെ വെച്ചിരിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഏലച്ചെടിയുടെ കാര്യമല്ല ഇത്. നമ്മുടെ ജീവിതത്തിൽ നാം ഫലം നൽകിയില്ല എങ്കിൽ എത്രമാത്രം കാത്തിരിക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കും? ഈ ദൈവം ഒരു കൃഷിക്കാരനാണ്. തീർച്ചയായിട്ടും അത് ഫലം നൽകുമോ എന്ന് കാത്തിരിക്കും. വെട്ടുവാനായിട്ട് ഒരുങ്ങുമ്പോ പുത്രനാം ദൈവം പറയും, പിതാവേ വെട്ടല്ലേ, 1 വർഷം കൂടി ഞാനൊന്ന് വെള്ളം കൊടുക്കട്ടെ, 1 വർഷം കൂടി ഞാൻ വളം കൊടുക്കട്ടെ, അടുത്ത വർഷം അവൻ കായ്ക്കും. വീണ്ടും പിതാവ് 1 വർഷം കൂടി കാത്തിരിക്കും. പ്രിയമുള്ളവരെ, എത്ര വർഷം കാത്തിരിക്കാനാ? 30, 40, 50 വർഷമായിട്ട് ഇതുവരെ ഫലം നൽകാത്തതാണ് നമ്മുടെ ജീവിതമെങ്കിൽ വെട്ടി തീരിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതൊരു പക്ഷെ പുത്രൻ തമ്പുരാൻ അറിയുക പോലും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദുഃഖവെള്ളിയാഴ്ചയുടേതായിട്ടുള്ള അനുഭവം ജീവിതത്തിൽ നാം ഓർക്കുമ്പോൾ കർത്താവിന്റെ പീഡാനുഭവങ്ങളും കഷ്ടാനുഭവങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ മാതൃകയായി നാം സ്വീകരിക്കുമ്പോൾ യേശുവിന്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള മനസ്സ് നമുക്കുണ്ടാകട്ടെ. കള്ളനെ പോലെ ദൈവമേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന് പറയുവാനുള്ള അനുതാപമുള്ള ഹൃദയം നമുക്ക് ഉണ്ടായിരിക്കട്ടെ എന്ന ആശംസയോടെ പ്രാർത്ഥനയോടെ സമയപരിമിതി മൂലം വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.